പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരിപാടിയുടെ സംഘാടകർ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ഈ പരിപാടിക്ക് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇവിടെ പരിസരത്തുള്ള പരമാവധി ബിദ്അഈ സംഘടനകളുടെ ഔദ്യോഗിക വക്താക്കൾക്ക് ഔദ്യോഗികമായി തന്നെ രേഖയിലൂടെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണം പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ച് ഒരുക്കിയ ഈ പരിപാടിയിൽ ഇവിടുത്തെ ബിദ്അഈ കക്ഷികളിലെ ഏതെങ്കിലും വക്താക്കൾ ഔദ്യോഗികമായി പരിപാടിക്ക് ചോദ്യം ചെയ്യലിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു അവസരം വേദിയുടെ മുൻഭാഗത്ത് കാണുന്ന കസേരകൾ അവർക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ചോദിക്കുന്ന ആളുകളൊക്കെയും മുജാഹിദുകളാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ രീതിയിൽ വരുന്നവർക്ക് ധാരാളം സ്വാഗതം. അതല്ല, ദീനിനെപ്പറ്റി അറിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വരുന്നവർക്ക് അവർ ചോദിക്കുന്നു എന്നതുകൊണ്ട് അവരൊക്കെ മുജാഹിദുകളാണ്, വഴിപിഴച്ചു പോയവരാണ് എന്നൊന്നും ഞങ്ങൾ ആരും തീരുമാനിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അറിയുക, ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ ചടങ്ങ് കഴിക്കുകയല്ല. അല്ല, ഇവിടെ മുന്നിൽ വന്ന് ചോദിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും പ്രയാസം കൊണ്ട് മുന്നിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ വേദിയുടെ സംഘാടകർ, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, FM റെഡിയല്ലേ? എത്ര മൈക്കുണ്ട്? വളണ്ടിയർമാരുടെ പ്രത്യേകമായ സംരക്ഷണം അനിവാര്യമാണ്. കാരണം വളണ്ടിയർ മുഖേനയല്ലാതെ അത് കൊടുക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ വേദിയിൽ അടുത്ത ആൾക്ക് ചോദ്യം ചോദിക്കാൻ FM മൈക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് വളണ്ടിയർമാരുടെ സംരക്ഷണത്തോടുകൂടെ വേദിയുടെ ഏത് ഭാഗത്തേക്കും നമുക്ക് കണക്ഷൻ ലഭിക്കുന്ന ഏത് ഭാഗത്തേക്കും മൈക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകം പരിഗണന. വേദിയുടെ മുന്നിൽ ഞങ്ങളുടെ ക്ഷണപ്രകാരം വളരെ മാന്യമായി വളരെ സന്തോഷത്തോടുകൂടെ ആരോഗ്യകരമായ രീതിയിൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഇതിന്റെ സംഘാടകർ ഈ വേദിയിൽ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു രോമത്തിന് പോലും തകരാറ് സംഭവിപ്പിക്കാതെ ഈ വേദിയിൽ നിന്നും നിങ്ങളെ മടക്കി അയക്കുമെന്നുള്ള 100% ഉറപ്പോടുകൂടെയാണ് നിങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന്റെ സംഘാടകരെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണമായി നമ്മുടെ വേദിയിലുണ്ട്. അവരാരും സ്റ്റേജിലിരുന്നുകൊണ്ട് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുത്തുകയല്ല. ഇതിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട കാസിം സാഹിബ് അവർകൾ, അതുപോലെ ഇതിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട ഹസൻ സാഹിബ് അവർകൾ, എല്ലാവരും അവരൊക്കെ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്റ്റേജിൽ ഇരിക്കേണ്ടവരല്ല. ഈ പരിപാടിയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇതിൽ ചോദിക്കേണ്ട ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ സദസ്സിലുണ്ടാകുമെന്ന് നേരത്തെ ഉറപ്പ് നൽകി. നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് നിങ്ങൾക്കുള്ള എല്ലാവിധ സംരക്ഷണവും ഒരുക്കിയാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിപാടി ലോകത്തിന്റെ നിരവധി ദിക്കുകളിലുള്ള മലയാളികൾക്ക് ഇതറിയുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് നല്ല മനസ്സിന്റെ ഉടമകളായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന സൈറ്റിലൂടെ കോടിക്കണക്കിന് മലയാളികൾക്ക് ഇത് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ വേദിയെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മുഖാമുഖത്തിന് വേണ്ടി വേദി വിട്ടുകൊടുക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാൻ നാട്ടുകാരനല്ല, പരിചയപ്പെടുത്താം. ഞാൻ ഷബീർ, വടതല വട്ടമ്പാടത്താണ് വീട്. ഒരു ഉറച്ച SSF പ്രവർത്തകനായിരുന്നു ഞാൻ 1999 വരെ. ഇന്ന് സജീവ മെമ്പർഷിപ്പ് ഇല്ലാത്ത മുജാഹിദ് പ്രവർത്തകൻ. ഇത് മുന്നോടിയായി പറയാൻ കാരണം, ഞാൻ കുറെ സത്യങ്ങൾ കണ്ടതിന്റെ പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഉസ്താദേ, ചോദ്യത്തിലേക്ക് അള്ളാഹുവിന് പുറമെ മുഹീദ്ദീൻ ഷേഖ്, പുത്തമ്പള്ളിക്കലെ മൂപ്പര്, പറയങ്കാട് മൂപ്പര്, ഈ അടുത്ത പരിസരത്ത് മുഴുവനുള്ള തങ്ങന്മാരെ അവരവരൊക്കെ വിളിച്ച് സത്യം ചെയ്താലുള്ള വിധി അവൻ കാഫിറാണോ മുസ്ലിമാണോ,
സഹീഹായ ഹദീസ് ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതൻ മറുപടി പറയാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله. മുഖാമുഖത്തിലെ ആദ്യത്തെ ചോദ്യം, അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് സത്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അങ്ങനെ സത്യം ചെയ്യുന്നത് അതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. മഹാത്മാക്കളെ വിളിച്ച് പറഞ്ഞ് സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന് നൽകുന്ന അതേ തഅ്ളീമും ആ ബഹുമാനവും നൽകിക്കൊണ്ടുള്ള സത്യമാണെങ്കിൽ അത് ഇസ്ലാം കടുത്തതായി വിലക്കിയ കുഫറിലേക്ക് എത്തുന്ന കാര്യമാണ്. അതേ അവസരത്തിൽ മഹാത്മാക്കളായ ആളുകളെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന സ്വഭാവം മുസ്ലിമീങ്ങളിൽ കൂടുതൽ കാണും. ഇപ്പോൾ ഉദാഹരണം, മമ്പുറത്തെ തങ്ങളെ തന്നെയാണ് ഞാൻ പോവന്നെയും, അല്ലെങ്കിൽ പുത്തമ്പള്ളി ഷെയ്ഖിനെ തന്നെയാണ് സത്യം, ഞാൻ ആ കാര്യം ചെയ്യുന്ന ചെയ്യും എന്നൊക്കെയുള്ള രൂപത്തിൽ മഹാത്മാക്കളുടെ പേര് പറയും ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. അള്ളാഹുവിൻ്റെ തഅ്ലീമിനെ പോലത്തെ തഅ്ലീം ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ സത്യം ചെയ്തു പറയുന്നത്, അതിൻ്റെ വിധി ഇസ്ലാമിൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് കുഫറല്ല, അത് ശിർക്കല്ല, അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പരിപാടിയൊന്നും അല്ല. അത് മഹാത്മാക്കളെ ആദരിക്കുകയും അവർക്ക് ബറക്കത്ത് ഉണ്ട്, അവരുടെ ആ ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുമാണെങ്കിൽ അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നൊന്നും വാദമില്ല. അത് കുഫറാകുന്ന പ്രശ്നമില്ല. പക്ഷേ ചില പണ്ഡിതർ പറഞ്ഞു അത് ഖിലാഫുൽ ഔലയാണ്, മറ്റു ചില പണ്ഡിതർ പറഞ്ഞു അത് കറാഹത്താണ്. ഏതായാലും അത് ശിർക്കോ കുഫറോ ആവുകയില്ല. എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളും അങ്ങനെ മമ്പുറത്തെ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യണം എന്ന് അത് പുണ്യകർമ്മമാണെന്നോ അത് ചെയ്യേണ്ടതാണെന്നോ സുന്നികളാരും വാദിച്ചിട്ടില്ല, വാദിക്കുന്നില്ല, പറയുന്നില്ല. അതേ അവസരത്തിൽ ഈ രൂപത്തിൽ ഒരാൾ ചെയ്തു പോയാൽ അത് കറാഹത്താകുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തൻ്റെ ഷറഹുൽ മുഹദ്ദബ് തൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല തൻ്റെ ഷറഹുൽ മുഹദ്ദബിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ മസ്അല പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പോൾ അള്ളാഹു ആണേ സത്യം എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, പുത്തമ്പള്ളിക്കൽ മൂപ്പരാണേ സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പറയണ പോലെ പുത്തമ്പള്ളിക്കൽ മൂപ്പരോട് പറയണ്ട, ഒരു അക്ജാഹ് പറക്കത്ത്, ഒരു കെയർ ഓഫ് പോലെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന് ഹദീസ് കൊണ്ടാണോ ഉദ്ധരിച്ചപ്പോൾ? ഹദീസ് കൊണ്ടാ? ഹദീസ് ഇല്ല. അതാണ് ചോദിച്ചത് ഞാൻ. ഹദീസ് ഉണ്ടോ? കാഫിർ എന്ന് റസൂലുള്ള പറഞ്ഞത് ഓഫാക്കാനേ പാടില്ല. ഞാൻ പറയാതെ മിണ്ടി പോരുത്, ഓഫാക്കരുത്. അല്ല, ഞങ്ങളോടല്ല കേട്ടോ, ഈ മൈക്കക്കാരനോടാ പറഞ്ഞത് മിണ്ടരുത് എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്, ഹദീസ് ഇല്ല. അങ്ങനെ ഒരു ഹദീസിലില്ല. ഉറപ്പന്നെ. കൊടുക്ക്, മൈക്ക് കൊടുക്ക, ആൾക്ക് കൊടുക്ക്, പറയട്ടെ. കാഫിറാണെന്ന് റസൂലുള്ളാഹി ഹദീസ് കൊണ്ട് ഉദ്ധരിച്ചാൽ അതെ,
താങ്കൾ പറഞ്ഞ വാദത്തിന് ഞാൻ മാറൂല. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസ് കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഇമാം നവവി ഇത് പറയുന്നത്, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഇത് പറയുന്നത്. അവരൊക്കെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ കണ്ടതും കാണാത്തതും ഹദീസിന്റെ കയ്യിലുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ എന്ന് പറയുന്ന ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇമാം നവവി കണ്ടിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണുന്നതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഒരു ഹദീസ് അങ്ങ് കാണുന്നു. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ തന്നെ കാണും, ഒരാൾ ഫർള് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം താരിഖു സ്വലാത്തായ ആള് കാഫിറാണ് എന്ന് കുറിക്കുന്ന ഹദീസിന്റെ കിതാബിൽ കാണും. അപ്പോ നമ്മളെ നാട്ടിൽ ഒരു മുജാഹിദ് പ്രവർത്തൻ, ഒരു ഉദാഹരണം പറയട്ടോ, ഒരു മുജാഹിദ് പ്രവർത്തൻ ഒരു ദിവസം നിസ്കരിച്ചില്ല എന്ന് വെക്കുക, അപ്പൊ അയാൾ കാഫിറാണെന്ന് നമ്മൾ വിധി എഴുതുക എന്ന് പറയാൻ നടക്കുന്ന കേസല്ല. അപ്പൊ അത് പണ്ഡിതന്മാർ പറഞ്ഞു, അതും തത്തുല്യമായ മറ്റ് ഹദീസുകളും പ്രമാണങ്ങളും കൂട്ടിക്കിഴിച്ച് അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുമ്പോഴേക്ക് ആള് കാഫിറാവൂല, വൻ കുറ്റമാണ്, പാപമാണ്. പക്ഷേ ആ കാഫിർ ആവുന്നു എന്ന് റസൂല് പറഞ്ഞത് ഐ മുസ്തഹില്ലൻ ബിഹി എന്ന, അതായത് നിസ്കാരം ഉപേക്ഷിക്കൽ ഹലാലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഓൻ കാഫിറാണ്. നോക്കുകൾ, റസൂലുള്ള പറഞ്ഞ എത്രയേ ഉള്ളൂ, മൻ തറക്ക സ്വലാ, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഓൻ കാഫിറാകുന്നു എന്ന ഹദീസിലുള്ളത്. അപ്പൊ ഹദീസ് നേരെ അങ്ങ് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ആഹാ, അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ ഒരു ദിവസം ഫുള്ള് നിസ്കരിച്ചില്ലെങ്കിൽ ഓൻ കാഫിറായി, ഫഖദ് കഫറ, ഓൻ കാഫിറായി എന്ന് മുജാഹിദുകൾ തന്നെ ഓനെ കുറിച്ച് വിധി എഴുതേണ്ടി വരും. അപ്പൊ പണ്ഡിതന്മാർ അതൊക്കെ നേരിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ നിസ്കാരം ഒരാൾ ഒരു വക്ത് ഉപേക്ഷിക്കുമ്പോഴേക്ക് 2 വക്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെക്കുക, അപ്പോഴേക്ക് അയാൾ ഇസ്ലാം ഒന്ന് പുറത്തുപോയി എന്നൊരു നിയമം ഇല്ല. എന്തുകൊണ്ടില്ല? മറ്റു ഹദീസുകളിലൊക്കെ മറ്റു ഹദീസുകൾ, മറ്റു ആയത്തുകൾ എല്ലാം നോക്കിയിട്ടാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ മതത്തിന്റെ വിധികൾ പറയുന്നത്. എന്നതുപോലെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോഴേക്ക് ഫഖദ് കഫറ. നിങ്ങൾ ഓതാൻ പോകുന്ന ഹദീസ് ഒന്നല്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, എൻ്റെയൊക്കെ 10 ഹദീസ് ഉണ്ട് ആ വിഷയത്തിൽ. ഞാൻ പറയുന്നത് എന്താ, ആ ഹദീസ് കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പോഴേക്ക് മാത്രം അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. കാരണം മറ്റു ഹദീസുകൾ, മറ്റു നിയമങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതർ ഇത് ചർച്ച ചെയ്യുന്നത്. ഇതുകൊണ്ട് മാത്രം അവൻ കാഫിറാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒരു ഉപാധി വെച്ചു, അള്ളാഹുവിന് നൽകുന്ന അതേ തഅ്ലീം നൽകി കൊണ്ടാണോ അവൻ സത്യം ചെയ്യുന്നത് എന്നാ കാഫിറാകും. ഏതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുടെ ചരിത്രം എടുത്തു പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ആ സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ടും അന്നത്തെ കാലം വെച്ചുകൊണ്ടാ. അന്നത്തെ മക്ക മുശ്രിക്കുകളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ലാത്തയെ തന്നെയാണ് സത്യം, ഉസ്സയെ തന്നെയാണ് സത്യം, മനാത്തയെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് അവരാരാധിച്ചിരുന്ന ബിംബങ്ങളെ പിടിച്ച് സത്യം ചെയ്തിരുന്നു. ഈ ചെയ്യുന്ന സത്യം അത് ഏത് രൂപത്തിലാ? അവരുടെ ദൈവീകത സമർപ്പിച്ചുകൊണ്ടുള്ള സത്യമാണ്. ആ ആദരവും ബഹുമാനവും നൽകിയിട്ടാണ് അവർ സത്യം ചെയ്തിരുന്നത്. അതാണ് റസൂലുള്ള പറഞ്ഞത്, അങ്ങനെ ഒരാൾ സത്യം ചെയ്താൽ അവൻ കാഫിറാണ്. അതേ അവസരത്തിൽ മുസ്ലിങ്ങളായ നമ്മൾ ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി ഷെയ്ഖിനെയോ പറയുന്നത് ഈ ദൈവീകത സമർപ്പിച്ചുകൊണ്ടോ അങ്ങനെയുള്ളൊരു ബഹുമാനം നൽകിക്കൊണ്ടോ അല്ല. അതൊരു ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. അള്ളാന്റെ ഖുർആനിൽ തന്നെ നമുക്ക് മാതൃകയില്ലേ? ഖുർആൻ പറഞ്ഞത് എന്താ? വത്തീനി വസ്സൈത്തൂൻ അല്ലേ? വത്തീനി, തീന്, സൈത്തൂനെ തന്നെയാണ് സത്യം. വത്തീനി, അത്തിപ്പഴം അല്ലെങ്കിൽ അത്തിമരം എന്തായാണെങ്കിലും ശരി, അതിനെ തന്നെയാണ് സത്യം. ഖുർആനിലെ എത്ര സ്ഥലത്ത് ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞതാണത്. അങ്ങനെ എത്ര, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ മക്കയെ തന്നെയാണ് സത്യം. ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നതും നമ്മൾ ഓതുന്നതും ഉണ്ട്. ഒരു ഹദീസ് കാണുമ്പോഴേക്ക് നേരം വെളുത്ത് തുള്ളിച്ചാടിയിട്ട് വരാൻ പാടില്ല. മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന സ്വഭാവത്തിലേക്ക് എത്താൻ പാടില്ല. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ വീക്ഷണവും ഈ വിശദീകരണവും ഉൾപ്പെടെയുള്ള രൂപത്തിലാണോ
എന്നാൽ അവൻ്റെ കാര്യം കുഴപ്പമാണ്. പക്ഷെ സുന്നികളാണല്ലോ, സുന്നികളിൽ നിന്ന് സാധാരണക്കാരാണ് ഇത് ചെയ്യുന്നത്. അവർ തീർച്ചയായും മമ്പുറത്തെ തങ്ങളോ അല്ലെങ്കിൽ പെരുമ്പടപ്പിലെ ശൈഖ് അവറുകളോ അള്ളാനെ പോലെയുള്ള ആ ഉലൂഹിയത്ത് ദൈവീകത സമർപ്പിച്ചുകൊണ്ട് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല, അത് കുഫറല്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഹദീസിനെയാണ്, അതാണ് ഞാൻ മറുപടി പറയുന്നത്. ഹദീസ്, ഈ ഹദീസും അതിനപ്പുറമുള്ള ഹദീസ് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്ന ഞങ്ങളെ ഇമാമുകൾ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, ഇമാം മുഹയ്യിദ്ദീൻ നവവി പോലത്തെ മഹാപണ്ഡിതന്മാർ, അവരൊക്കെ ഇത് കണ്ടവരാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് ഈ നിയമം പഠിപ്പിച്ചു തന്നിട്ടും ഉള്ളത്. അള്ളാന്ന് വിചാരിച്ചിട്ട് സത്യം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് മുജാഹിദുകൾക്ക് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അത് കേട്ടാലും നിങ്ങൾ ചിരിക്കും. കാരണം ആ ഷാഫി ഇമാമിന്റെ ആ വാക്ക് ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്, മുജാഹിദ് പ്രസ്ഥാനം എടുക്കുന്നത് കൊണ്ടാണ്. ഹദീസ് കണ്ടാൽ റസൂലുള്ള ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞോ നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അത് ചെയ്യുന്നത് കൊണ്ട്, അത് റസൂലുള്ളാഹിന്റെ ഹദീസ്, ഒരു സഹീഹായ ഹദീസ് കേട്ടോണ്ട്, ഏതെങ്കിലും സഹീഹായ ഹദീസ് കൊണ്ട് കേട്ടുകൊണ്ട് ഇത് ഈ സത്യം ചെയ്യുന്ന വിഷയം ഞങ്ങൾ അത് കാഫിറാണെന്ന്, ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരു ഹദീസ്, ഉസ്താദിന്റെ കയ്യിലുള്ള 10 ഹദീസ്, ഞങ്ങൾ ഒരു ഹദീസ് കൊണ്ടുവന്നു. ഈ ഹദീസ് ഞങ്ങളിവിടെ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ കൂടുതൽ ഹദീസ് ഉസ്താദ് കണ്ടു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആ സ്ഥാനത്ത് ഞങ്ങൾ ആ ഒരു ഹദീസ് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷാഫി ഇമാം പറഞ്ഞ ആ വിഷയം ഹദീസ് സ്വീകാര്യമായി കണ്ടാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ, അത് കണ്ടതുകൊണ്ട് ഞങ്ങൾ സഹീഹായ ഒരു ഹദീസ് സ്വീകരിക്കുന്നത് കൊണ്ട് വല്ല തെറ്റുണ്ടോ? അത് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിന് ആയാലും ശരി തപ്പിപ്പിടിക്കും. കാരണം ഞാൻ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു മിനിറ്റ് ഉസ്താദ്, വേറൊരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഇവിടെ. അതായത് അൽവി സഖാഫിയുടെ ഒരുപാട് മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ആൾക്കാരെ പരിഹസിക്കുന്നതും മറ്റുള്ളതൊക്കെ കണ്ടത് ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ചോദ്യത്തിന്റെ പ്രത്യേകത ആവാം. ഞാൻ ഉസ്താദിനെ കുറ്റപ്പെടുത്തില്ല. ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ ഒരു ആളും പണ്ഡിതനടക്കമുള്ള ഒരു മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ചോദ്യം ചോദിക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിൽ വടുതല വട്ടമ്പാടം എന്ന സ്ഥലത്ത് ഒരു സത്യ മാർഗം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ജനങ്ങൾ, ഞാനടക്കമുള്ള പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇങ്ങളെ പോലുള്ള പണ്ഡിതന്മാരെ ഇതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മുടിക്ക് സനത് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾക്ക് സനത് കാണിച്ചു കൊടുക്കുന്നു. അത് പറഞ്ഞാൽ എനിക്ക് പിടിക്കൂലെന്നറിയാം. സോറി, ക്ഷമിച്ചു. ഞാൻ ക്ഷമ നൽകിയിരിക്കുന്നു തൽക്കാലം. നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ. അത് ഉസ്താദിന്റെ മുഖാമുഖത്തിൽ കാണാത്തൊരു സംഭവമാണ്. എപ്പോഴും കാണലുണ്ട്. നിങ്ങൾ എല്ലാ മുഖാമുഖം കണ്ടിട്ടില്ല. അതിന് ഞാൻ തറക്കെന്ന് പറയാം. നിങ്ങളത് കഴിഞ്ഞാൽ ഇരിക്കുന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കി. 2-3 വിഷയങ്ങളാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ വിഷയത്തിലേക്ക്, മർമ്മത്തിലെ വിഷയത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് അലവി സഖാഫി പരിഹസിക്കലുണ്ട് ഇത് നിങ്ങൾ പറഞ്ഞു. ശരിയായിരിക്കാം, ഞാൻ പരിഹസിക്കലുണ്ട്. കാരണം എന്താ, ഈ ജാതി പരിഹാസം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഖാല അല്ലാഹു അസ്സ വജൽ, ഇത് ഖുർആൻ പഠിപ്പിച്ചതാ. ഇങ്ങോട്ട് കുത്തുമ്പോൾ അങ്ങോട്ടും കുത്തും. അതന്നെ, നല്ല നിലക്ക് ഇങ്ങനെ പോവുകയാണോ നല്ല നിലക്ക് മറുപടി അങ്ങോട്ടും കുത്തും. മുജാഹിദ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ബേജാറാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാനുള്ള അവസരം തരും. നിങ്ങളാരും ബേജാറാകേണ്ടതില്ല. ഞങ്ങൾ വെറുതെ ഒരു മുജാഹിദിനും പരിഹസിക്കലില്ല. ഞങ്ങൾക്കതിൻ്റെ സ്വഭാവമില്ല. ഞങ്ങൾക്ക് ആരെങ്കിലും, ഞങ്ങൾ ഈ സമയം, ഊർജം, എത്രയാണ് ഞങ്ങളൊക്കെ ഇപ്പം ഇതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, എത്ര ചെലവുണ്ട് നമ്മുടെ പ്രവർത്തകർക്ക് ഇത് സംഘടിപ്പിക്കാൻ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരാൾ ഇതുകൊണ്ട് നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ്, ഹിദായത്താവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതിന്, ഇവിടുത്തെ പ്രവർത്തകന്മാർ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങളെ പരിഹസിച്ച് വെറുതെ സമയം കൊല്ലുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വഭാവമല്ല. പിന്നെന്താണ്, ഞങ്ങൾ മുഖാമുഖത്തിൽ സാധാരണ പറയും, ഞങ്ങൾ ഇങ്ങോട്ട് മേക്കിട്ട് കയറരുതേ, ഇങ്ങോട്ട് കയറിയാൽ ഞങ്ങളും കയറും. നേർക്ക് നേരെ പോവാണോ റെഡി, അതിന് ഞങ്ങൾ റെഡിയാണ്. പിന്നെ ഞങ്ങൾ എന്നും ഒരു മുൻകർ മയ്യത്താകുക, നിങ്ങൾ എന്നൊരു മുൻകറിനേക്കീറാകുക, അത് നടക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇതാണ് നമ്മൾ പറയാം. അല്ല, നമ്മൾ ആവശ്യമില്ലാതെ ആരും പരിഹസിക്കലില്ല എന്ന് കരുതി നമ്മളെ പരിഹസിക്കാൻ നിന്നാൽ നമ്മൾ വെറുതെ വിടൂല്ല. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ആ ഭാഗം അവിടെ വെച്ചു. മറ്റൊന്ന്, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും കൂടി ഞാൻ പരാമർശിക്കാം. ഞാൻ കുറേ കാലം SSFകാരനായിരുന്നു. പിന്നെ ചില സത്യങ്ങൾ മനസ്സിലായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആയി പറഞ്ഞുപോയി. സത്യത്തിൽ അത് സത്യമല്ല. നിങ്ങളാ മനസ്സിലാക്കിയതൊക്കെ അസത്യമാണ് എന്ന് നിങ്ങളെ സങ്കടപൂർവം
അറിയിക്കേണ്ടി വന്നതിൽ നമുക്ക് അതിയായ വേദന ഉണ്ട്. നിങ്ങൾ ആ മനസ്സിലാക്കിയതൊന്നും സത്യമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ മൊത്തത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഓരോന്നിങ്ങനെ നൂലിഴ കീറി ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് സത്യമാണോ അസത്യമാണോ. അത് ഓരോന്ന് നിങ്ങൾ പറയട്ടെ, അപ്പം നമുക്ക് പറയാം. ഇപ്പം ഞാൻ നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞതിനെ മൊത്തത്തിൽ പ്രതികരിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു കാര്യം, ഇവിടെ കേരളത്തിൽ വഹാബി പ്രസ്ഥാനം 1920-കൾക്ക് ശേഷമാണ് വരുന്നത്. ഇവിടെ ഉള്ള വഹാബികളെ ഏത് വഹാബികൾ എടുത്തോളൂ, ഓലൊന്നും ആകാശത്തുനിന്ന് ഇങ്ങോട്ട് ചാടി വന്നവരല്ല. ഇവിടെ ഉള്ള സുന്നി കുടുംബത്തിൽ പിറന്ന് സുന്നിയായി ജീവിച്ച് സുന്നിയായി പ്രവർത്തിച്ച് ആളുകളെ തന്നെയാണ് എല്ലാ വഹാബികളും. പിന്നെ നിങ്ങളെ കാര്യം മാത്രം നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. ഞാൻ കയ്യിലൊരു കേൾക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ കണ്ട കാലം SSFും സുന്നിയായിരുന്നു, പെട്ടെന്ന് ഇവിടെ മുജാഹിദ് ആയതാന്ന് പറയേണ്ടതില്ല. കാരണം ഇവിടുത്തെ ഏത് മുജാഹിദും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നിങ്ങളതായിട്ട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. മുജാഹിദിന്റെ KM മൗലവിയുടെ സ്വഭാവം തന്നെ, അയാൾ K മുഹമ്മദ് കുട്ടി മൗലവി മുസ്ലിയാരായിരുന്നു അല്ലേ. പിന്നെ അയാൾ ചില പ്രത്യേക ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ മാറിയതാണ്. ഇരിക്കട്ടെ, മാറാനുള്ള കാരണം എന്താണ്, അതിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. അപ്പം അതൊന്നൊരു വലിയ സംഗതിയായിട്ട് പറയണ്ട. ഞാൻ സുന്നിയായിരുന്നു, പെട്ടെന്നാണ് മുജാഹിദ് ആയതാണ് എന്ന് പറഞ്ഞാൽ അത് ജിബിരിയിൽ വന്നിട്ട് മുജാഹിദ് ആയിക്കോന്ന് പറഞ്ഞതൊന്നുമല്ല. അത് ആവാൻ നിങ്ങൾക്ക് ഒന്നുകിൽ അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഭൗതിക കാര്യ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതോ വിവരമില്ലാത്ത മൗലവിമാർ നിങ്ങളെ പറ്റിച്ചു. പാവം, നിങ്ങൾ അതിൽ അകപ്പെട്ടു പോയി. നിങ്ങൾ കണ്ടെത്തിയത് സത്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇതൊക്കെയാണ് കുഴപ്പം. ഇരിക്കട്ടെ, ചോദ്യത്തിന് മറുപടി പറയാം. എന്താ ചോദ്യം? ഇദാ സ്വഹൽ ഹദീസു ഫദാക മദ്ഹബി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിക്കുകയാണെങ്കിലും നിങ്ങൾ അനുവദിക്കില്ലല്ലോ. കാരണം നിങ്ങളെ ഇമാമിയങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാ പറഞ്ഞത്. ചോദിക്കുമ്പോൾ കരുതുമ്പോൾ, ചോദ്യം കേട്ടാൽ കരുതുന്നത് ഭയങ്കര സംഗതിയാണ്. ഇതിന്റെ യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കാതെ പോയതിലായി എനിക്ക് സങ്കടം. കാരണം ഇദാ സ്വഹൽ ഹദീസു ഫദാക മദ്ഹബി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരോടാണ്? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾക്ക് നിങ്ങളെ മൗലവിമാർ അത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. ഞാൻ സങ്കടപ്പെടുകയാണ് നിങ്ങളെ കാര്യത്തിൽ. ഈ കാര്യം ഇമാം ഷാഫി പറഞ്ഞ് പഠിപ്പിച്ചു തന്നതായിരിക്കാ അവിടുത്തെ ശിഷ്യഗണങ്ങളാകുന്ന അസ്ഹാബ് എന്ന് അറബിയിൽ പറയും. അതായത് ഇജ്തിഹാദിന്റെ പവർ എത്തിയിട്ടുള്ള, ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് മതവിധികൾ നിർദ്ധാരണം ചെയ്ത് കണ്ടുപിടിക്കാൻ യോഗ്യതയുള്ള മഹാമനീഷികളായ പണ്ഡിത വരേണ്യന്മാർക്കാണ് അവരോടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കളെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ എതിരിൽ നിങ്ങൾ വല്ല ഹദീസും കണ്ടാൽ എൻ്റെ വാക്കല്ല സ്വീകരിക്കേണ്ടത്, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസാണ്. അതിനെക്കുറിച്ച് ഇമാമുകൾ ലോകത്ത് നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം ഷാഫി ഒക്കെ ഹദീസിനെതിരിൽ പറഞ്ഞു എന്നല്ല, തന്റെ വിനയം പറഞ്ഞതാ, തവാളുഅ് പറഞ്ഞതാണത്. ഒരു വീക്ഷണം, ഒരഭിപ്രായം പറഞ്ഞു. അല്ല, അതൊരു വെല്ലുവിളിയാണ്. എന്തേ കാര്യം? ഇദാ സ്വഹൽ ഹദീസു ഫദാക മദ്ഹബി, എൻ്റെ ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഷാഫി മദ്ഹബാകുന്ന എൻ്റെ മദ്ഹബിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹദീസ് സ്വഹീഹായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ആരും സംശയിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിനാണ് ഷാഫി ഇമാം ഈ കാര്യം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി പറഞ്ഞ ഈ വാക്കിനെ കുറിച്ച് മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥരചന രചിച്ചിട്ടുണ്ട്. ഇമാം സുബ്കി ഈ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. 3 കിതാബുകൾ ആ വിഷയത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പൊ അതൊക്കെ ഇമാം ഷാഫി പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. ഇരിക്കട്ടെ, ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വ്യാഖ്യാനാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. എന്താ അത്? റസൂലുള്ളാഹിന്റെ ഹദീസ് ഇവിടെ നേർക്ക് നേരെ ഇങ്ങനെ കാണുന്നു. അതിനെതിരിൽ ഷാഫി ഇമാം പറഞ്ഞ മദ്ഹബിന്റെ വീക്ഷണവും കാണുന്നു, ഇമാമികൾ പറഞ്ഞതും കാണുന്നു. അപ്പൊ ഞങ്ങൾ ഹദീസ് അല്ലേ സ്വീകരിക്കേണ്ടത്, ഇമാമുകളുടെ കൗലല്ലല്ലോ എന്നാ നിങ്ങൾ ഈ ചോദിക്കുന്നത്. വലിയ കാര്യമാണ് എന്നാ നിങ്ങൾ പറയുന്നത്. സത്യത്തിൽ ഈ ഇമാം ഷാഫിയുടെ കൗല് ഉദ്ധരിച്ച് തരുന്നത് നമുക്ക് ഇമാമിയങ്ങളാണ്. ഇമാം നവവിയാണ്, ഇമാം മാവർദിയാണ്, ഈ വലിയ വലിയ ഇമാമുകളാണ്. ഇന്നും ഇന്നലെയും ജനിച്ച് വഫാത്തായവരല്ല.
സമസ്ത ഉണ്ടായതിനു ശേഷം ജീവിച്ചവരല്ല, നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതർ, മഹാമനീഷികൾ, അവരാണ് വിശദീകരിച്ചു തരുന്നത്. എന്നിട്ട് അവര് പറയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബിന്റെ 1-ാമത്തെ വാള്യം 53-ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ കാണാ, അവര് പറയുന്നു ഇതിന്റെ അർത്ഥം നമ്മൾ ഇമാം ഷാഫി പറഞ്ഞതിനെതിരിൽ ഇഷ്ടം പോലെ ഹദീസ് ഇങ്ങനെ കാണും എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒന്ന്, എന്തിന് ഇബ്നു തൈമിയ്യ മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവാണ്, ആശയ സ്രോതസ്സ. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ റഫ്ഉൽ മലാം അനിൽ അയിമ്മത്തിൽ ആലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 17-ാമത്തെ പേജ് എടുത്തോളൂ. അതിൽ കാണാൻ കഴിയും ബലില്ലദീന കാനൂ ഖബ്ല ജംഇ ഹാദിഹി ദവാബീനി കാനൂ അഅലമ ബിസ്സുന്ന. എന്താ പറയുന്നത്? നമ്മളൊരു ഹദീസ് കാണും. ഇപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളൊരു ഹദീസ് കാണുകയാണ്. ആ ഹദീസ് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഷാഫി ഇമാം പറഞ്ഞത് അതിനെതിരിലാണോ കാണുന്നത്? അപ്പൊ ഷാഫി ഇമാമിനെ തള്ളണം, ഈ ഹദീസ് എടുക്കണം എന്നാണ് വിവരമില്ലാത്തവര് ധരിക്കുക. ആരാത് പറയുന്നത്? ഇബ്നു തൈമിയ്യ. അയാൾ പറയുന്നു അത് ശരിയല്ല. എന്തേ കാര്യം? ഇവർ ഈ ഹദീസ് കണ്ടവരാണ്, അവർ ഈ ഹദീസ് പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നിട്ട് അവർ ഈ ഹദീസ് ഒഴിച്ചു നിർത്താനുള്ള കാരണം എന്തേ? അത് അതിനേക്കാൾ ശക്തമായ മറ്റു ഹദീസുകളുണ്ട്, അതുകൊണ്ടാണ് അവർ മാറ്റി നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതാരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ ആരാ? അദ്ദേഹം മുജാഹിദിന്റെ വിചിന്തനം വാരികയിൽ പറയാണ്, ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് വച്ചാല് ഖുർആൻ ശരിയല്ല എന്ന് പറയുന്നതിന് സമാനമാണ്. അത്ര വലിയ പണ്ഡിതനാണ് അത്ര ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ? ഇമാമുകൾ കാനൂ അഅലമ ബിസ്സുന്നത്തി ബികസീരിൻ മിനൽ മുതഅഖിരീന, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഹദീസ് പരിജ്ഞാനമുള്ളവർ ഇമാമുകളാണ്. മദ്ഹബിന്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള ഇമാമുകളാണ്. എന്താ കാരണം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മദ്ഹബിന്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. മദ്ഹബിന്റെ ഇമാമുകളിൽ 4-ാമത്തെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4 മദ്ഹബിലെ 4-ാമത്തെ ആളാണ്. മഹാനവറുകൾക്ക് 10 ലക്ഷം ഹദീസാണ് മനപ്പാടുണ്ടായിരുന്നത്. എത്ര? 10 ലക്ഷം ഹദീസ്. ഇതാരാ പറയുന്നത്? ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ ഹാഫിളു ദഹബിയുടെ സിയറു അലാമിൻ നുബല നോക്കിക്കോ. ഇമാം സുബ്കിയുടെ തബഖാത്തു ശാഫിഇയ്യയിൽ എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. ആർക്ക്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിന്. ആ അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു. അപ്പൊ എത്ര വിവരം ഉണ്ടാകും? എന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്താ? ഇദാ സുഇൽതു അൻ മസ്അലത്തിൻ, എന്നോടൊരു മസ്അല ചോദിക്കപ്പെട്ടു, ഫലം അറഫിഹ ഹദീസൻ സ്വരീഹൻ, അതിൽ ഞാൻ വ്യക്തമായ ഒരു ഹദീസും ഞാൻ എത്തിച്ചില്ല. ചോദിച്ച വിഷയത്തെക്കുറിച്ച് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള എനിക്ക് ആ ചോദിച്ച ചോദ്യത്തിന് ഒരു ഹദീസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്ന പണി എന്താ? ഞാൻ അവിടെ പറയുന്നത് ഷാഫി ഇമാമിന്റെ ഖൗലാണ്. ഷാഫി ഇമാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു അതായിരിക്കും ഞാൻ മറുപടി പറയുക. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് മുഴുക്ക വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഖുറൈശിയിലെ ഒരു പണ്ഡിതൻ ഇവിടെ വരാൻ പോകുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഖുറൈശിയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ശാഫി ഇമാം അല്ലാത്ത അങ്ങനത്തെ ഒരു പണ്ഡിതൻ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റസൂല പറഞ്ഞത് ശാഫി ഇമാമിനെ കുറിച്ചാകുന്നു. അതുകൊണ്ട് ശാഫി ഇമാം അത്ര വലിയ പണ്ഡിതനാണ്. ആരാ പറയുന്നത്? അഹ്മദ് ബിൻ ഹംബൽ. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ പറയാണ്. നിങ്ങൾ ചിന്തിക്കണം, അവരുടെ ആ ശാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം മാലിക് തങ്ങൾ. അവരുടെയും മുമ്പ് ജീവിച്ചവരാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി എന്ന് പറയുന്ന ഹനഫി മദ്ഹബിന്റെ ഇമാം. സ്വഹാബികളെ നേരിൽ കണ്ടവരാണ്. അവർക്കൊക്കെ ഉള്ള വിവരം എത്രേ? ഞാൻ ചോദിച്ചട്ടെ, ഞാൻ ചരിത്രം പറഞ്ഞ് നീട്ടില്ല. ഞാൻ പറയുന്നത് 4-ാമത്തെ ഇമാമായ അഹ്മദ് ബിൻ ഹംബലിന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് ഇന്ന് ലോകത്തുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം കൂടി സെർച്ച് ചെയ്ത് കണ്ടെത്തി പരതിയാൽ ലോകത്ത് എത്ര ഹദീസ് ഉണ്ട് നിങ്ങൾക്കറിയോ? 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള മദ്ഹബിന്റെ ഇമാമുകൾ. ഇന്ന് അരിച്ചു പെറുക്കിയ എത്ര ഹദീസ് കിട്ടും? 1 ലക്ഷം തികയില്ല. ഞാൻ പറയല്ല, തെരഞ്ഞോല് പറയാണ്.
ഇമാം സുബുക്കിയുടെ അല്ല ഇമാം സുയൂത്തിയുടെ തദ്രീബുർ റാവി ഫീ ശർഹി തഖരീബിൻ നവാവി എന്ന ഗ്രന്ഥത്തിൽ 1-ാമത്തെ വാള്യത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ ആ കാലത്ത് മുഴുവൻ കിട്ടാവുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും തപ്പിത്തെരഞ്ഞതിന് ശേഷം പറയാ 1,00,000 തികയില്ലട്ടോ ഇന്നുള്ളത്. ഇമാമുകൾക്ക് 10 ലക്ഷം കിട്ടിയിരുന്നു. നോക്കണം നിങ്ങൾ. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. അതെങ്ങനെ ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്നത്? കമ്പ്യൂട്ടർക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിൽ എങ്ങോട്ട് കിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാം. അപ്പോ ഈ 1,00,000 ഹദീസാണ് അവർക്ക് പിൽക്കാലത്ത് കിട്ടിയത്. അതിന് കാരണം എന്താ? അതിന് ഇബ്നു തൈമിയ്യ കാരണം പറഞ്ഞു, ലിഅന്ന കസീറൻ മിമ്മാ ബലഗഹും, അവർക്ക് കിട്ടിയ ഹദീസുകൾ കൂടുതലും കദിലാ യബ്ലുഗുനാ നബിൽ കുല്ലിയ, ചിലപ്പോൾ നമുക്കത് തീരെ കിട്ടൂല. കാരണം ഹദീസ് പരിജ്ഞാനമുള്ള ഇമാമ് മരിച്ചുപോയി, അയാളത് എഴുതി വെച്ചില്ല, അങ്ങനെ ഹദീസ് നഷ്ടപ്പെട്ടു, നമുക്ക് കിട്ടിയില്ല. പക്ഷെ പൂർവ്വകാല ഇമാമുകൾക്ക് കിട്ടി. അതാ മദ്ഹബിന്റെ ഇമാമുകൾ. അപ്പൊ ഞാൻ പറയുന്നത്, ചോദ്യകർത്താവ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു ഹദീസ് കിട്ടി, അവിടെ എന്റെ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം അവിടെയാണ്. നിങ്ങൾക്കൊരു ഹദീസ് കിട്ടി, ഒരു ഹദീസ് ഇങ്ങനെ കണ്ടു, മുജാഹിദ് ആഫീസിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരു ഹദീസ് കിട്ടിയത് സങ്കല്പിക്കുക. ആ ഹദീസ് ഷാഫി ഇമാമ് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതിനെതിരാണ്. നമുക്ക് കിട്ടിയ ഈ ഹദീസ് ഏതാ? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാ. സ്വഹീഹുൽ ബുഖാരിയിൽ ആകെ എത്ര ഹദീസാ ഉള്ളത്? ദാ സ്വഹീഹുൽ ബുഖാരി എന്റെ കയ്യിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഇന്നുള്ള ആവർത്തന സഹിതം നിങ്ങൾക്കറിയോ? സ്വഹീഹുൽ ബുഖാരിയിൽ എന്റെ കയ്യിലുള്ള ഈ കോപ്പിയിലുള്ളത് 7563 ഹദീസാ. എത്ര? 7563 ഹദീസാണ് ഈ കോപ്പിയിലുള്ളത്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ എന്റെ ഈ കയ്യിലുള്ള കോപ്പിയിൽ 7563 ഹദീസ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ ആവർത്തന സഹിതാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. ആവർത്തനം ഇതിൽ കഴിച്ചാൽ കേവലം 4000 ഹദീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തന്റെ ഹദിയുസ് സാരി ഇലാ മുഖദ്ദിമത്തി ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത് മറിച്ചു ഒരു ഹദീസ് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഹദീസിൽ ഇങ്ങനെ കണ്ടു, എന്നിട്ട് ആ ഹദീസിനെതിരിലാണ് ഷാഫി ഇമാം പറയുന്നത് നമ്മൾ കിതാബിൽ കാണുന്നത്. അപ്പൊ നമ്മൾ വിധി എഴുതുകയാണ്, ആഹാ ഷാഫി ഇമാം ഈ പറഞ്ഞത്, ഈ ഹദീസ് അത് പിന്നെ ഷാഫി ഇമാം പറഞ്ഞതിനെതിരാണ്, അതുകൊണ്ട് ഈ ഷാഫി ഇമാമിനെ നിങ്ങൾ തള്ളണം. ഇദാ സഹൽ ഹദീസു ഫദാക മദ്ഹബി. എന്നാ നമ്മൾ വിവരം കുറഞ്ഞ നമ്മൾ വിധി എഴുതുന്നത്. ഷാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും അഹ്മദ് ഇബ്നു ഹംബലും പറയുന്നത് എങ്ങനെ? 10 ലക്ഷം ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ വിലയിരുത്തുന്നതോ 7563 ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടും. നിങ്ങൾ പറയുന്നതിന്റെ കഥ. ബാക്കിയുള്ള 9,90,093 ഹദീസ് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതാ നമ്മൾ തുമ്പരെടുത്ത് എന്ത് നമ്മളിങ്ങനെ നമുക്ക് ഇളകുന്ന സംഗതി അവിടെയാണ്. ഇതിന്റെ ഗുട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം ഷാഫിയെ പോലത്തെ മദ്ഹബിന്റെ ഇമാമുകൾക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട്. നമ്മൾ ബുഖാരിയിലെ 7563 ഹദീസുള്ള ബുഖാരിയിൽ ഒരു ഹദീസ് കേട്ടിട്ട് അത് ഷാഫി ഇമാം പറഞ്ഞതിന് എതിരാണ് എന്ന് പറയുമ്പോ ബാക്കിയുള്ള 9,93,000 ഹദീസ് എവിടെ? നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ ആകത്തുക. നിങ്ങൾക്ക് മനസ്സിലാകണം. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇമാമുകൾ വലിയ വിവരമുള്ള ആളുകളാണ്. ആ ഇമാമുകൾ വിവരമില്ലാതെ പറയില്ല. അത് ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം ജിമാഉൽ ഇൽമി എന്ന കിതാബ് എടുത്തോളൂ. അതിൽ കാണാം, ലൈസലി വലാലി ആലിമിൻ ഗൈരി, ഞാനല്ലാത്ത വേറൊരു പണ്ഡിതനോ ഞങ്ങൾക്ക് അനുവദനീയമല്ല അൻ യഖൂല ഫിദ്ദീനി, ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ പറയുക, ഫി ഇബാഹത്തി ശൈഇൻ ഔ ഹലരിഹി, ഒരു കാര്യം അനുവദനീയമാണ് എന്നോ അനുവദനീയമല്ല എന്നോ ഞങ്ങൾ പറയണമെങ്കിൽ ഖുർആനിൽ നിന്ന് തെളിവില്ലാതെ, ഹദീസിൽ നിന്ന് തെളിവില്ലാതെ ഞങ്ങൾ പറയില്ല. ധാരാ പറയുന്നത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം ഗ്രന്ഥം ഏതാ കിതാബ്? ജിമാഉൽ ഇൽമി എന്ന ഗ്രന്ഥത്തിന്റെ 17ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇമാമിങ്ങൾ പറയണത് സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ സാധുക്കളാണ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് പറഞ്ഞാൽ ഒരു വിവരവും ഇല്ല എന്നല്ല. മുജാഹിദ് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയും. അതിനെന്താ കാരണം? മുജാഹിദിന് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് വിവരം കൂടിയത് കൊണ്ടല്ല. അങ്ങനെ മനസ്സിലാക്കരുത് സഹോദരന്മാരെ. ഈ നമ്മളെ പോലത്തെ സാധാരണക്കാര് ഷാഫി ഇമാം പറഞ്ഞത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ പറയുന്ന ഇതിൽ അത് ശരിയല്ല, ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാന്യമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശാന്തമായി ചിന്തിച്ചാൽ, ബുദ്ധിപരമായി ഞാൻ ഈ പറഞ്ഞത് അറിയാത്തവരില്ലല്ലോ. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയാൽ ആകെ സ്വഹീഹുൽ ബുഖാരിയിൽ ഞാൻ പറഞ്ഞില്ലേ 7000 ചില്ലാനം ഹദീസാണുള്ളത്.
എവിടെ നമ്മുടെ കൂട്ടത്തിൽ വിവരമുള്ളവർ? ആ സഹീഹുൽ ബുഖാരി തന്നെ മുഴുവൻ നമുക്കറിയോ? അബ്ദുസലാം സുല്ലമി പറയുന്ന ക്ലിപ്പ് ഇവിടെ കയ്യിലുണ്ട്. അതെന്താ? നമ്മളെ കൂട്ടത്തിൽ ആരാ സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ നോക്കിയോലും ഓതിയോലും ആരാണ്? മുജാഹിദുകളോട് സലാം സുല്ലമി ചോദിക്കുകയാണ്. അതാണ് അവരുടെ അവസ്ഥ. മുജാഹിദിന്റെ കഥ അത്രയാണ്. അതുകൂടി അവർ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെ വക ഒന്നും പറയണ്ട, വിവരമുള്ളവർ പറയട്ടെ. 10 ലക്ഷം ഹദീസും സമാനമായ വിജ്ഞാനങ്ങളുമുള്ള ആളുകൾ പറയട്ടെ. ഇതാണ് മദ്ഹബ് അല്ലെങ്കിൽ ഇമാമുകൾ പറയുന്നതിനെ സുന്നികളായ ഞങ്ങൾ സ്വീകരിക്കാനും അതിന് പ്രാമുഖ്യം നൽകാനും ഉള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ അവസരത്തിൽ കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ? മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൽ സങ്കടം വരും. ഞാൻ സങ്കടം കൊണ്ട് പറയുകയാണ്, നിങ്ങളെ പരിഹസിക്കാൻ തോന്നരുത്. ആ ജാതിയിൽ എഴുതി വെച്ചാൽ ഞങ്ങൾ പറയുമ്പോൾ അത് പരിഹാസമായി കരുതരുത്. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത് എന്താ? ഇതിന്റെ 115-ാമത്തെ പേജിൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുജ്തഹിദുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം, അഹ്മദ് ബിൻ ഹംബലിനെ പോലത്തെ ഇമാമുകൾ ഉള്ള പ്രദേശം ഏതാ? അത് കേരളമാണത്രേ. എന്താ നിങ്ങൾ ഈ കേൾക്കുന്നത്? കേരളത്തിൽ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച, അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള, അതായത് മുജ്തഹിദ് മുത്തലഖുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. നമ്മുടെ മസ്ജിദുകളിലെ 100 കണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമിയത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. അപ്പൊ മുജാഹിദിലെ സർവ്വ മൗലവിമാരും ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച മുജ്തഹിദ് മുത്തലഖുകളാണ് എന്നാ മുജാഹിദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണിത്. നിങ്ങൾ ചിന്തിക്ക്. ഷാഫി ഇമാമിന്റെ ഗവേഷണം പോയിട്ട് ഷാഫി ഇമാമിന്റെ 4 അയലത്ത് എത്താൻ പറ്റിയ ഒരു ഉമ്മ പെറ്റ ഒരാള് മുജാഹിദിന് എന്ന് വേണ്ട, മുജാഹിദിനും ജമാഅത്ത് കേരളത്തിൽ ലോകത്തിന്റെ എവിടെ? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ? ഈ മൗലവിമാരൊക്കെ തന്നെയും ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ചവരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഓക്കാനം വരികയാണ്. അത് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഓക്കാനിച്ചു പോകും. ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ച ആൾക്കാരാണ് ഈ താടിയുള്ള മൗലവിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങളെ പറയരുത്. ഞങ്ങൾക്കത് സമ്മതിക്കാൻ പ്രയാസമുണ്ട്. ആലിഫ് ഹറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയാത്ത മൗലവിമാര് അവർ ഇതൊക്കെ ഷാഫി ഇമാമിന്റെ യോഗ്യത എത്തിച്ചു പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പറയാൻ പറ്റും. ഇതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം. അടിസ്ഥാനം ഇതാണ് നമുക്ക് അതിനെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. ചോദിച്ചോളൂ. ഉസ്താദ് ഇപ്പൊ ഇത്രയും വിശദീകരിച്ചോണ്ട് എനിക്കിപ്പോ ഒരുപാട് ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ മാറി മാറി പോവാന്നല്ലാതെ അതിന് ഉസ്താദിന്റെ സൈക്കോളജി എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയ സൈക്കോളജി